ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ഇന്ത്യ പ്രസ്. എൻ്റെ പേര് കൃഷ്ണരാജ്. ഒരു ഗവൺമെൻറ് സംവിധാനത്തിൻ്റെ ഭാഗമായി ഒരു ജോലി നിങ്ങളുടെ സ്വപ്നമാണ് എങ്കിൽ PSC അല്ലാതെ തന്നെ അതിലേക്ക് കടന്നെത്താനായിട്ടുള്ള ഒരു മാർഗ്ഗമാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. കേരളത്തിലെ 48 വേക്കൻസീസാണ് അനൗൺസ് ചെയ്തേക്കുന്നത്. കേരളത്തിലുള്ള പല പൊതുമേഖലാ സ്ഥാപനങ്ങളിലെല്ലാം കൂടിയായുള്ള വേക്കൻസീസ്. അത് ഏറ്റവും മികച്ച ഒരു അവസരമാണ്. ഈ അവസരങ്ങൾ ഏറ്റവും ബേസിക് അവസരങ്ങൾ മുതൽ വളരെ ഉയർന്ന മാനേജിംഗ് ഡയറക്ടർ പൊസിഷനിലേക്കുള്ള അവസരങ്ങൾ വരെ ഉള്ളതുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആയിരിക്കും ഞാൻ ഈ വീഡിയോയിൽ പങ്കുവെക്കുക. അതുകൊണ്ട് ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായി കാണുവാൻ ശ്രമിക്കുക. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ദിസ് ചാനൽ. ആമുഖത്തിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഏതാണ്ട് 48 അവസരങ്ങളാണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. കേരളത്തിലെ ഡിഫറൻറ്റ് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ് അല്ലെങ്കിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ എല്ലാം കൂടിയായി 48 വേക്കൻസീസാണ് അവർ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് പല വേക്കൻസീസ് ഉണ്ട് എന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കുക. അതിനകത്ത് ഈ പ്രോസസ്സ് കണ്ടക്ട് ചെയ്യുന്നത് കേരള പബ്ലിക് എൻ്റർപ്രൈസസ് ബോർഡ് എന്ന് പറഞ്ഞ ഒരു സംവിധാനമായിരിക്കും. ഈ വേക്കൻസീസ് ഫില്ല് ചെയ്യുന്നതിനുള്ള ടെസ്റ്റ്, അതിൻ്റെ കാര്യങ്ങൾ, ഇൻ്റർവ്യൂസ് ഇതെല്ലാം കണ്ടക്ട് ചെയ്യുന്നത് കേരള പബ്ലിക് എൻ്റർപ്രൈസസ് ബോർഡ് എന്ന് പറഞ്ഞ ഒരു സംവിധാനമായിരിക്കും. അവസരങ്ങൾ എവിടെയൊക്കെയാണ് ഉള്ളത് എന്ന് ചോദിച്ചാൽ ഞാൻ ആ കമ്പനികളുടെ അല്ലെങ്കിൽ ആ പബ്ലിക് സെക്ടർ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ആ പേരുകൾ, ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്തേക്കുന്ന ആ സ്ഥാപനങ്ങളുടെ പേരുകൾ ഞാനൊന്ന് പറയാം. മലബാർ സിമെൻറ്റ്സ് ലിമിറ്റഡ്, KSEB, മെറ്റൽ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്, ട്രാവൻകൂർ സിമെൻറ്റ്സ് ലിമിറ്റഡ്, കിൻഫ്ര, കേരള ഇലക്ട്രിക്കൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് കമ്പനി, നാഷണൽ റിസർച്ച് ആൻഡ് മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇലക്ട്രോണിക്സ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ. ഈ സ്ഥാപനങ്ങളിലെല്ലാമായാണ് ഈ 48 വേക്കൻസീസ് അവർ ഇൻവൈറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിനകത്ത് തസ്തികകൾ പറഞ്ഞാൽ വളരെ ബേസിക് ലെവൽ തസ്തിക മുതൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ ഉയർന്ന തസ്തികകൾ വരെയുണ്ട്. ഫോർ എക്സാമ്പിൾ സെയിൽസ് ഓഫീസർ, അസിസ്റ്റൻറ്റ് സെയിൽസ് ഓഫീസർ, ഓഫീസ് അറ്റൻഡൻ്റൊക്കെ ബേസിക് ജോബ്സ് ആണല്ലോ. അതുപോലെ തന്നെ ജൂനിയർ മാനേജർ, ജനറൽ മാനേജർ, കമ്പനി സെക്രട്ടറി, മെറ്റീരിയൽസ് മാനേജർ, അക്കൗണ്ട്സ് ഓഫീസർ, എന്തിനേറെ പറയണം, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അല്ലെങ്കിൽ ചീഫ് ഓപ്പറേഷൻസ് ഓഫീസർ, വലിയ ഉയർന്ന തസ്തികകൾ. അപ്പോൾ ഇത് വളരെ ചെറുത് മുതൽ ഓഫീസ് അറ്റൻഡൻ്റ് മുതൽ ഏറ്റവും ഉയർന്ന പൊസിഷൻ വരെ ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നോട്ടിഫിക്കേഷനിൽ കയറി ഡീറ്റെയിൽസൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കി അതിനുശേഷം നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. 10ാം ക്ലാസ് യോഗ്യത ഉള്ള ജോലി മുതൽ BTech, MTech, MSc, അതുപോലെ തന്നെ വർഷങ്ങളോളമുള്ള എക്സ്പീരിയൻസ്, ഇതൊക്കെ ആവശ്യമുള്ള ജോലികളും ഈ 48 എണ്ണത്തിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് അതാണ്. വളരെ ബേസിക് ജോബ്സിന് ഉള്ള എലിജിബിലിറ്റി ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം. അതേസമയം വളരെ ഉയർന്ന തസ്തികകളിലുള്ള ജോലി ആഗ്രഹിക്കുന്നവർക്കും ഒരു വളരെ വർഷത്തെ എക്സ്പീരിയൻസുകൾ പല സ്ഥാപനങ്ങളിലുള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്ന ഒരു അവസരമാണ്. അപ്പോൾ ഓരോന്നിനുമുള്ള എലിജിബിലിറ്റി പലതാണ്. ചിലതിന് 10th ആണെങ്കിൽ ചിലതിന് BTechഉം MScയും MTechഉം ഒക്കെയാണ്. അപ്പോൾ അത് ഏതാണ് എന്നുള്ളത് നോക്കി അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഇനി ഇതിൻ്റെ അപേക്ഷ പ്രോസസ്സ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഒരു വൺ ടൈം രജിസ്ട്രേഷൻ ഉണ്ട്. ഈ പബ്ലിക് റിക്രൂട്ട്മെൻറ്റ് ബോർഡ് വെബ്സൈറ്റ്, കേരള പബ്ലിക് എൻ്റർപ്രൈസ് റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ വെബ്സൈറ്റ് ഉണ്ട്. അതിൽ കയറി ഒറ്റത്തവണ രജിസ്ട്രേഷൻ, നമ്മൾ സാധാരണ PSC ഒക്കെ ചെയ്യുന്നത് പോലെയുള്ള ഈ ബോർഡിൻ്റെ വെബ്സൈറ്റിൽ കയറി ഒരു ഒറ്റത്തവണ രജിസ്ട്രേഷൻ ചെയ്യണം. അത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. ഡീറ്റെയിൽസ് എല്ലാം ആഡ് ചെയ്ത് അത് ആദ്യം ചെയ്യുക. അതിനുശേഷം വേണം ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യാൻ. അത് ചെയ്യേണ്ട ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അതുകൊണ്ട് അതിന് കൺഫ്യൂഷൻസ് ഒന്നുമില്ല. എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഓൺലൈൻ ആപ്ലിക്കേഷനാണ്. അത് ആദ്യം ഈ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്ത ശേഷം വേണം എന്നുള്ള കാര്യം ഓർക്കുക. ഇനി ആപ്ലിക്കേഷൻ ഫീയുടെ കാര്യത്തിലും പല തസ്തികകൾക്കും പല ഫീസാണ്. അതായത് വളരെ ബേസിക് തസ്തികകൾക്ക് ചെറിയ ഫീ മാത്രമേ ഉണ്ടാവുള്ളൂ. ഉയർന്ന തസ്തികകൾക്ക് മറ്റ് ഫീ എമൗണ്ടിൽ വേരിയേഷൻ ഉണ്ടാവും. അപ്പോൾ അത് അപേക്ഷിക്കുന്ന സമയത്ത് നോക്കി അതനുസരിച്ച് ഫീ ഒക്കെ പേ ചെയ്യാൻ ശ്രമിക്കുക. ഇനി ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ November 30 ആണ്. November 30th ആണ് അവസാന ദിവസം അപ്ലൈ ചെയ്യുവാൻ വേണ്ടി. അപ്പോൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏത് സമയത്തും അപ്ലൈ ചെയ്യാം. പക്ഷേ ഇതിനകത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ വൺ ടൈം രജിസ്ട്രേഷൻ ഒന്ന് കംപ്ലീറ്റ് ചെയ്ത ശേഷം വേണം നമ്മുടെ ജോബ് ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യാൻ. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഡൊമൈനിൽ എക്സ്പെർട്ടീസ് ഉണ്ടെങ്കിലും നിങ്ങൾക്കുള്ളൊരു അവസരം ഒരുപക്ഷെ ഇതിനകത്ത് കണ്ടെത്താൻ സാധിക്കും. ഇതിനകത്ത് ഒരു കാര്യം കൂടെ ഞാൻ വളരെ പ്രാധാന്യത്തോടെ പറയാം. സ്ഥിരം ആയുള്ള ഒരു പൊസിഷൻസും ഇതിനകത്തുണ്ട്. അതുപോലെ തന്നെ കരാർ അടിസ്ഥാനത്തിലുള്ള പൊസിഷൻസും ഈ 48 എണ്ണത്തിനുള്ളിൽ തന്നെ ഉണ്ട്. അതിൽ ചിലത്
സ്ഥിരം നിയമനവുമാണ്. അതുകൊണ്ട് എല്ലാ തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റികളും നമുക്ക് ഇതിനകത്ത് ലഭിക്കുന്നുണ്ട്. വളരെ മികച്ച ഓപ്പർച്യൂണിറ്റിയാണ്. അതുകൊണ്ട് തന്നെ സമയം കളയാതെ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് ഈ ചാനലിൽ കാണുന്നത് എങ്കിൽ, ഇതിനു മുമ്പ് എൻ്റെ ചാനലിലെ മറ്റ് വീഡിയോസ് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ഹിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ സ്ഥിരമായി കൂടുതൽ വീഡിയോസ് തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ടത് ചെയ്യും. അപ്പോൾ അത് നിങ്ങളിലേക്ക് എത്തുവാനായി ആ ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാൻ ശ്രമിക്കുക. വൺസ് അഗെയിൻ വിഷ് യു ഓൾ ദ ബെസ്റ്റ് ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.